नमस्कार। स्पिरिचुअल एनाटमी के अगले सेशन में आपका स्वागत है। स्पिरिचुअल एनाटमी അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം। आज हम सेकंड पॉइंट आत्मा पॉइंट के यात्रा का प्रारंभ कर रहे हैं। ഇന്ന് നമ്മൾ സെക്കൻഡ് പോയിന്റ് അഥവാ ആത്മചക്രത്തിൻ്റെ യാത്രയെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആത്മ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ആനന്ദമയ കോശമാണ്. आत्मा का ये चक्र, सेकंड पॉइंट का चक्र आनंदमय कोश को रिप्रेजेंट करता है। ये पंचकोश में पहला है अन्नमय कोश, फिर प्राणमय कोश, मनोमय कोश, विज्ञानमय कोश और आनंदमय कोश. അഞ്ച് കോശങ്ങളിൽ ആനന്ദമയ കോശം ഏറ്റവും ഉള്ളിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ സഹജമാർഗത്തിൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നേരെ मास्टर आनंदमय कोशത്തിലേക്കാണ് कनेक्ट ചെയ്യുന്നത്. सहजमार्ग में हम यात्रा प्रारंभ करते ही हमें आनंदमय कोश में मास्टर ऐसे कनेक्ट कर देते हैं. फर्स्ट पॉइंट से सीधा हम आनंदमय कोश, फर्स्ट पॉइंट अन्नमय कोश है. ये आनंदमय कोश सबसे अंदर है. फिर भी ऐसे हमको पता चलना चाहिए कि जो भी हम काम करते हैं वो आनंद के लिए, हैप्पीनेस के लिए करते हैं. നമ്മൾ ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ള കോശമായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിലും നമ്മൾ സാധാരണ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. സന്തോഷം എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്നുള്ള അർത്ഥത്തിലാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ ജോയ് ആണ്. ആനന്ദ് മാനെ ജോയ് है, हैप्पीनेस माने संतोष. इसका डिफरेंस क्या है? बाबूजी महाराज ने बोला कि जो हैप्पीनेस सभी समय में होगा वही सच्ची में हैप्पीनेस है. ടു റിമെയിൻ ഹാപ്പി അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ്, അതാണ് ശരിക്കും ഹാപ്പിനെസ്. എന്തൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും സന്തോഷമായിരിക്കുന്നതാണ് യഥാർത്ഥ ആനന്ദം. അപ്പോൾ അതാണ് ആനന്ദം എന്ന് പറയുന്നത്. അതാണ് ഹാപ്പിനെസ്സും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആനന്ദം പുറമേ ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരു കണ്ടീഷൻ ആവുമ്പോൾ അത് ഹാപ്പിനെസ് ആവും. आनंद जब बाहर के कोई कर्म से संबंध करता है तो हम उसको हैप्पीनेस बोलता है. जो जो कर्म हम करते हैं उसका अंत फल हैप्पीनेस में ही होना चाहिए. लालाजी महाराज ने निरंतर सत्य में बोला कि हमारा सभी एक्शंस मन के सेटल होते तो वो कंप्लीट हो जाएगा. നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴും ലാലാജി മഹാരാജ് നിരന്തര സത്യത്തിൽ പറയുന്നു ആ പ്രവൃത്തി അവസാനം മനസ്സിൻ്റെ സെറ്റിൽഡ് ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരണം, എങ്കിലേ നമുക്ക് ബ്ലിസ് വരുള്ളൂ. അപ്പോൾ ലാലാജി മഹാരാജ് പറഞ്ഞ ആക്ഷൻ, നോളജ്, ബ്ലിസ്, ഇങ്ങനെ ഒരു കർവേച്ചർ പോലെയാണ്. ഒരു പ്രവൃത്തി നമ്മൾ തുടങ്ങുന്നു, ആ പ്രവൃത്തി നമ്മളെ നോളജിലേക്ക് നയിക്കുന്നു, നോളജ് കാരണം മനസ്സ് സെറ്റിലാവുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മൾ മുമ്പിൽ ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെ കാണുമ്പോൾ ഇത് ആരാണ് നമ്മൾ ചിന്തിക്കുകയാണ്. അത് ചിന്തിച്ച് നമ്മളത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് സെറ്റിൽഡായി. हम एक आदमी को देखते हैं, हमारे मन में ऐसा चिंता आता है कौन है करके, हम वो पता चलता है तो हमारा मन सेटल हो जाएगा. दूसरा एक उदाहरण देता हूँ. हमारे मन में एक आग्रह है, डिसायर है. वो डिसायर फुलफिल करते हमको एक्शन करना चाहिए. डिसायर फुलफिल करने के लिए, वो आशा पूर्ति करने के लिए हमें एक्शन करना चाहिए. वो एक्शन से हमारा वो डिसायर कंप्लीट हो जाएगा. हमारा वो नॉलेज, वो मन का जब एक्शन वो पूर्ति हो जाएगा, मन सेटलमेंट में आ जाएगा. മനക്കൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവണം എന്തെങ്കിലും ഒരു സാധനം നേടണം. ആ കാരണം നേടുന്നവരെ മനസ്സ് ആക്റ്റീവാണ്. ആ സാധനം നേടുമ്പോൾ നമുക്ക് അതിനോടുള്ള ആസക്തി തീർന്ന് മനസ്സ് സെറ്റിലാവും. അപ്പോൾ ശരിക്കും സാധനത്തിലല്ല നമ്മുടെ സന്തോഷം, പുറമേയുള്ള കാര്യത്തിലല്ല നമ്മുടെ സന്തോഷം, മനസ്സ് സെറ്റിൽഡ് ആവുന്നതിലാണ് സന്തോഷം. हमारा सच्चा ब्लिस या सच्चा हैप्पीनेस वो मन के सेटल्ड होने से होता है. इसीलिए मास्टर्स बोलते हैं कि सभी कोशों में लेवल्स है. ये जॉय का, आनंद का एक एक लेवल है. दाजी ने एक्सप्लेन किया कि हैप्पीनेस क्या है. दाजी ने एक इक्वेशन दिया है हार्टफुलनेस में. हैप्पीनेस इज इक्वल टू नंबर ऑफ फुलफिल्ड डिजायर्स डिवाइडेड बाई नंबर ऑफ टोटल नंबर ऑफ डिजायर्स. दाजी ने हार्टफुलनेस वे में एक इक्वेशन दिया है. हैप्पीनेस माने संतोष इज इक्वल टू
टोट जो जो आशाएं पूर्ति हुआ है डिवाइडेड बाय टोटल नंबर ऑफ आशाएं, जितनी आशाएं हमको है ज़िंदगी में वो उसमें डिवाइड किया तो हमको हैप्पीनेस मिलेगा। हमारा कोई आशा पूर्ति नहीं हुआ तो हमारा थोड़ा സന്തോഷം കം ഹോ ജായേഗാ। ഹാപ്പിനെസ്സിൽ ഇപ്പോൾ കുറച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് ആഗ്രഹങ്ങളിൽ നിന്ന് 50% പൂർത്തീകരിച്ചെങ്കിലോ 50/100 അപ്പോൾ 50% ആഗ്രഹമേ ഉള്ളൂ। अगर आपको 50% आशाएं पूर्ति हो गए तो 50% हैप्पीनेस हो गया। अगर 100 आशाएं 100 फुलफिल हो गए तो हमारा हो गया 1 हो गया, टोटल हो गया 100% हो गया। दाजी एक्सप्लेन करते हैं कि अगर डिनोमिनेटर टोटल नंबर ऑफ आशाएं 0 हो जाएगा तो दाजी പറയുന്ന ഇക്വേഷൻ്റെ ഡിനോമിനേറ്റർ അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡിസയേഴ്സ് ആഗ്രഹങ്ങൾ 0 ആണെങ്കിലോ നമ്മുടെ ഹാപ്പിനെസ് ഇൻഫിനിറ്റ് ആവും। അതായത് അതാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം എന്ന് പറയുന്നത്। ഒരു ആഗ്രഹവും ഇല്ലാതെ തന്നെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ആനന്ദം। തൈത്തിരീയ ഉപനിഷത്തിൽ ആനന്ദത്തിന് പല പല ലെവൽസും പറയുന്നുണ്ട്। ചാരുജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ പല ടോക്സിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്। തൈത്തിരീയ ഉപനിഷത്ത് എന്ന ഉപനിഷത്തുണ്ട്। അപ്പോൾ ആനന്ദങ്ങൾക്ക് പല തലങ്ങളുണ്ട്। നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൊരു ആനന്ദം, हम भोजन खाते हैं उसमें आनंद मिलता है। ऐसे शरीर के एक एक इंद्रिय का एक एक आनंद है। നമ്മൾ കണ്ണിൽ ഒരു കാഴ്ച കാണാൻ ആഗ്രഹിക്കും, आंख से एक दृश्य देखता है जो हमको अच्छा लगता है तो हमारा मन संतोष हो जाएगा। स्वादुള്ള भक्षण കഴിച്ചാൽ टेस्टी ऐसे भोजन खाते हैं तो हमारा थोड़ा आनंद आ जाएगा। अच्छा एक साउंड गाना सुनेगा तो आनंद आ जाएगा, क्योंकि उस टाइम माइंड सेटल है। और ये कंप्लीट नहीं है, ഈ ആ സന്തോഷങ്ങളൊന്നും കംപ്ലീറ്റ് അല്ല, ഇതൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്। കാരണം അത് കഴിഞ്ഞാൽ അടുത്ത സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാട്ട് കേട്ടു സന്തോഷമായി, പെട്ടെന്ന് ഒരു അപശബ്ദം കേട്ടാലോ അതോടുകൂടി ആ സന്തോഷം പോകും। അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടൊരു ഭക്ഷണം കഴിച്ചു, തൊട്ട് പുറകെ കയ്പുള്ളൊരു ഭക്ഷണം കഴിച്ചാൽ ആ സന്തോഷം പോയി। अगर हम खाना खाते हैं अच्छा खाना खाया उसके पीछे ही उतना टेस्ट नहीं खाना है तो हमारा संतोष चला जाएगा। അതുകൊണ്ട് തന്നെ ഇതൊക്കെ ലിമിറ്റഡ് ആണ്। मनुष्य के तल पर सबसे बड़ा आनंद बोलते हैं जो स्त्री और पुरुष के बीच में जो बंधन होता है, फिजिकल यूनियन, സ്ത്രീ പുരുഷ സംബന്ധത്തിലുണ്ടാവുന്ന ആ സെക്ഷുവലായിട്ടുള്ള ആ ഒരു യൂണിയൻ, അതിലാണ് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം, ഭൂമിയിലുണ്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദം। അപ്പോൾ ചാരുജി മഹാരാജ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്। ഹീ ദ ഹുക്ക് ആൻഡ് ഐ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ചാരുജി മഹാരാജ് ഇത് പറയുന്നുണ്ട്। ही द हुक एंड आई को जो बुक है उसमें चारुजी महाराज ये एक्सप्लेन करते हैं, क्योंकि इस फिजिकल യൂണിയൻ में പാഞ്ചോം ഇന്ദ്രിയ കാം करते हैं, 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല। അപ്പോൾ ബാബുജി മഹാരാജിനോട് ചാരുജി മഹാരാജ് ഒരിക്കലും ചോദിച്ചു, എന്തിനാണ് പ്രകൃതി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയത്, നമുക്കത് തടുക്കാൻ പറ്റുന്നില്ല। ചാരുജി महाराज ने बाबूजी महाराज से पूछा, ऐसा एक स्ट्रॉन्ग ये कनेक्शन क्यों बनाया, ये फिजिकल यूनियन, स्त्री और पुरुष के फिजिकल यूनियन को इतना स्ट्रॉन्ग क्यों प्रकृति ने बनाया। तो बाबूजी ने बोला कि ये प्रकृति का ड्यूटी है, പ്രകൃതി का ഡ്യൂട്ടി है ക്രിയേഷൻ കണ്ടിന്യൂ करना, പ്രകൃതിയുടെ ഉത്തരവാദിത്തമാണ് ക്രിയേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്। അപ്പോൾ സ്ത്രീ പുരുഷ സംയോഗം ഇല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവില്ല, കുട്ടികളുണ്ടാവില്ല, അപ്പോൾ ക്രിയേഷൻ നടക്കില്ല। ക്രിയേഷൻ നടന്നില്ലെങ്കിൽ എങ്ങനെ ആത്മാക്കൾ ഇറങ്ങി വരിക, എവല്യൂഷൻ എങ്ങനെ നടക്കുക, ആ പ്രകൃതിയുടെ ഉത്തരവാദിത്തമാണ്। इसका कारण क्या है, ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞു, സ്ത്രീകളുടെ ചെസ്റ്റിൻ്റെ സ്റ്റേണത്തിൻ്റെ വലത്തേ സൈഡിലൊരു കോഡുണ്ട്। स्त्रियों के महिलाओं के ये स्टर्नम है जो चेस्ट का मिडिल भाग है उसके राइट साइड में एक कॉर्ड है, वो ये इतना अट्रैक्टिव बनाते हैं, इसलिए इसको हम ब्लॉक नहीं कर सकते, അതുകൊണ്ടാണ് നമുക്ക് തടുക്കാൻ പറ്റാത്തത്। पर बाबूजी महाराज ने बोला है कि अगर आप चाहते हैं व्यक्तिगत तौर पर आप चाहते हैं तो हम इसको इसके आगे जा सकते हैं। നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിൽ പവർ ഉണ്ട്, हमारी इच्छाशक्ति है तो हम इस तल से फिजिकल तल से हम आगे जा सकते हैं। ऐसे जाने लगा तो प्रकृति हमारे साथ होगा। നമ്മൾ ഈ ആനന്ദം, ഈ പുരുഷൻ്റെ മനുഷ്യൻ്റെ തലത്തിലുള്ള ഈ ആനന്ദം നമ്മൾ മറികടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി അതിന് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കും। അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത്। നമ്മുടെ ഈ തലത്തിലുള്ള ഭൂമിയിലെ തലത്തിലുള്ള ആനന്ദത്തിൽ നിന്ന് നമ്മൾ മറികടക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ട്രാൻസെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല। നമ്മുടെ ഏറ്റവും ഉയർന്ന ആനന്ദം എന്താണ്,
सबसे बड़ा आनंद क्या है? वो योग है, हमारा और परमात्मा का, आत्मा और परमात्मा का योग, वही है सबसे बड़ा आनंद. അപ്പോൾ അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആനന്ദം അറിഞ്ഞിട്ട് ട്രാൻസെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇതിനെ വിട്ടിട്ട് ഓടിയിട്ട് കാര്യമില്ല. ये जो फिजिकल तौर पर जो आनंद है, इसको हम इसके आगे जाना है, इसको छोड़ने से कोई फल नहीं है. हमने पहले सेशन പിछले സെഷൻ में बोला था इसके बारे में. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചു. നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത് ഒളിച്ചോട്ടല്ല. അപ്പോൾ കുടുംബ ബന്ധങ്ങളും വിട്ടിട്ട് നമ്മൾ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു കാര്യം, സെലിബസി എന്നുള്ള തലത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഒരിക്കലും കൊണ്ടുവരാം. മനസ്സിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ടു നടക്കും. നമ്മൾ ബ്രഹ്മചര്യത്തെ ഈ തരത്തിലാണ് മനസ്സിലാക്കിയത്. കല്യാണം കഴിക്കാണ്ടിരിക്കുക, സന്യാസിയാവുക എന്നുള്ളതാണ് ബ്രഹ്മചാരി എന്നുള്ള അർത്ഥമെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ ചാരിജി മഹാരാജ് അതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവൻ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ദുർവാസാവിൻ്റെയും ഒരു കഥ ചാരിജി മഹാരാജ് ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. चारजी महाराज ने दुर्वासा मुनि और भगवान श्री कृष्ण का एक कथा सुनाया था. एक बार जो यमुना के तीर पर भगवान श्री कृष्ण गोपिकाओं के साथ ऐसे खेल रहे थे. भगवान श्री कृष्ण यमुना तीर्थ गोपिकमाराയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. इस तरफ दुर्वासा मुनि अपने शिष्यों के साथ उधर पधार रहे थे. അപ്പോൾ ഇപ്പുറത്തെ സ്ഥലത്ത്, യമുനയുടെ ഇപ്പുറത്തെ സ്ഥലത്ത് ദുർവാസാവ് मुनि शिष्यमारप इरिക്കുകയാണ്. അപ്പോൾ दुर्वासाविന് ഭക്ഷണം വേണം. दुर्वासा अपने शिष्य के साथ भोजन करना चाहते थे. वो भोजन के लिए क्या करना है? दुर्वासा ने बोला था कि भगवान से जाके पूछो. ശിഷ്യനോട് പറഞ്ഞു, ഭഗവാനോട് പോയി ചോദിക്കും ഭക്ഷണം. അപ്പോൾ യമുന എങ്ങനെ കിടക്കും? അപ്പോൾ ദുർവാസാവ് പറഞ്ഞു, നിങ്ങൾ യമുനാ നദിയോട് പറയൂ, ദുർവാസാവ് നിത്യ ഉപവാസിയാണെങ്കിൽ എനിക്ക് വഴിമാറി തരാൻ. दुर्वासाव नित्य उपवासी है तो मुझे वो रास्ता दो. ऐसे ही बोलो तो यमुना नदी ऐसे एक रास्ता दिखाया. यमुना नदी ഇപ്പോൾ മാറിയിട്ട് വഴി കൊടുത്തു. അപ്പോൾ ഈ ശിഷ്യൻ അപ്പുറത്ത് പോയിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് ഭക്ഷണം ചോദിച്ചു, ഭക്ഷണം കൊടുത്തു. ഭക്ഷണം ഇവർക്ക് വേണ്ടി ഭക്ഷണം കൊണ്ട് പോവുകയാണ്. ഭോജൻ ദിയ ഭഗവാൻ ने वापस जा रहे थे तो शिष्य ने बोला मैं कैसे पार करूँगा, ഇനി തിരിച്ചു പോണ്ടേ? ആ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിത്യബ്രഹ്മചാരിയാണെങ്കിൽ, श्रीकृष्ण नित्य ब्रह्मचारी वഴിമാറി തരാൻ. तो शिष्य ऐसे जाके यमुना से बोला कि भगवान श्री कृष्ण नित्य ब्रह्मचारी है तो मुझे रास्ता दो. तो यमुना नदी ने रास्ता दिया. അങ്ങനെ പറഞ്ഞപ്പോൾ രാസ്ത കൊടുത്തു. അപ്പോൾ ഈ ശിഷ്യന് കൺഫ്യൂഷനായി. ശിഷ്യൻ ദുർവാസാവിനോട് ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവുന്നത്? അങ്ങ് നിത്യ ഉപവാസിയെന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഭക്ഷണം കഴിച്ചിട്ടിരിക്കും. ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചിരിക്കുന്ന ആൾ ഇങ്ങനെ ഉപവാസിയോ? आपने अभी भोजन खाया है, आप कैसे उपवासी बन सकते हैं? और भगवान श्री कृष्ण जो इतने गोपिकाओं के साथ खेल रहे हैं, ഭഗവാൻ അവിടെ ഗോപികമാരുടെ ഒപ്പം കളിക്കുകയാണ്, എങ്ങനെയാണ് അദ്ദേഹം നിത്യബ്രഹ്മചാരിയാവുക? അപ്പോഴാണ് ദുർവാസ മുനി വലിയൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ദുർവാസ മുനിയുടെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കുക എന്നുള്ളത്. ഭഗവാന്റെ അടുത്ത് മാനസികമായിട്ട് ഇരിക്കുന്നവനൊക്കെ ഉപവാസത്തിലാണ്, ഭക്ഷണമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഉപവസിക്കുക. അതുമാതിരി ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവൻ. അത് പുറമേയുള്ള കാര്യമല്ല. ब्रह्मचारी माने बाहर का ये दिखावा नहीं है, अंदर मन कहाँ है, मन ब्रह्म की तरफ चल रहा है. भगवान श्री कृष्ण ब्रह्म में ही है, तो वे ब्रह्मचारी है. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ആനന്ദം മനസ്സും നമ്മുടെ ഉള്ളിലുള്ള ആ പൂർണ്ണതയുമായിട്ടും യോജിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്, ഓ മാസ്റ്റർ ദ വാട്ട് ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. मास्टर को हमने अपना लक्ष्य बनाया है. हम जब उस तल पर पहुंच जाएंगे, जब हमारा लय हो जाएगा कि हमारा अंदर से मास्टर पूर्ण रूप से प्रकट होगा. ശരിക്കും ലയം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ എൻ്റെ ഹൃദയത്തിൽ നിന്നും 100% സ്നേഹമായിട്ട് പുറത്തേക്ക് പ്രകടമാകുമ്പോൾ ഞാൻ പരമാനന്ദത്തിലാണ്. അപ്പോൾ എനിക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളുമില്ല. वही है सबसे बड़ा आनंद. इसीलिए उपनिषद में भी बोला कि आनंदम ब्रह्मेदि व्यजानात्. ഉപനിഷത്തിലെ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ബ്രഹ്മം? അപ്പോൾ ശിഷ്യനോട് ഗുരു തപസ് ചെയ്യാൻ പറയണം. ശിഷ്യको गुरु ने बोला जाके तपस करो. तो एक एक लेवल पर अन्नम ब्रह्मेदि व्यजानात्, प्राणन ब्रह्मेदि व्यजानात्, मनो ब्रह्मेदि व्यजानात्, विज्ञानम ब्रह्मेदि व्यजानात् से लेकर आनंदम ब्रह्मेदि व्यजानात् तक पहुंच जाते हैं. आनंदम ब्रह्मेदि व्यजानात् അതാണ് ആ തലം. ആനന്ദമാണ് ബ്രഹ്മം എന്ന് അറിയൂ. അവിടെ ഉപനിഷത്ത് നിൽക്കുകയാണെന്ന്. അപ്പോൾ ചാരിജി മഹാരാജ്
ഇതിനെപ്പറ്റി പറഞ്ഞു. ആനന്ദം ബ്രഹ്മേതി വ്യജാനാത്ത് എന്നുള്ളത് അന്ന് കറക്റ്റായിരുന്നു. पर സഹജമാർഗ में ആനന്ദ് शुरू में ही आता है. സഹജമാർഗത്തിൽ നമ്മൾ തുടങ്ങുന്നത് തന്നെ ആനന്ദത്തിൽ നിന്നാണ്. ആനന്ദമയ കോശത്തിലാണ് നമ്മൾ ആദ്യം തന്നെ മാസ്റ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മാസ്റ്റർ പ്രാണാഹുതിയിലൂടെ, പ്രാണസ്യ പ്രാണനിലൂടെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് മനസ്സിന് കാണിച്ചു കൊടുക്കുക. प्राणाहुति जब हमको मास्टर से मिलता है, हम हमारा यथार्थ लक्ष्य देख रहे हैं, ऐसा नहीं कि आंख से देख रहे हैं, हम उसका दर्शन करते हैं. तभी उस मोमेंट में हमको इतना बड़ा आनंद होता है. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ആനന്ദം വരുന്നത്. നമ്മളൊരു സിറ്റിംഗ് എടുക്കുമ്പോൾ, ഇൻറ്ററാക്റ്റീവ് സിറ്റിംഗ്, നമ്മൾ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റൻസിലിരിക്കണം. യാതൊരു വിധത്തിലുള്ള एक्सपेक्टेशനും ഇല്ലാതെ, പ്രതീക്ഷകളും ഇല്ലാതെ. कोई एक्सपेक्टेशन नहीं, कोई प्रतीक्षा नहीं, ऐसे सिटिंग लेता है तो हमारा एकदम आनंद हो जाता है, जॉय हो जाता है. हमको पता नहीं है क्यों इतना आनंद हो गया. कभी कभी आंसू भी आ जाते, ചിലപ്പോൾ കണ്ണിന്ന് വെള്ളം വരും. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് നമുക്ക് അനുഭവിക്കേണ്ട അത്, ആ തലം. അപ്പോൾ ആ ആനന്ദം നമുക്ക് ആദ്യം തന്നെ മാസ്റ്റർ തരികയാണ്, ആനന്ദമയ കോശം. എന്നിട്ട് മാസ്റ്റർ പറയുകയാണ്, ഈ ആനന്ദം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. आपको ये आनंद ऐसे जीवन में हर स्टेप में हमको मैनिफेस्ट करना है. बाबूजी महाराज विस्पर्स में പറയുന്നുണ്ട്, जॉय अट्रैक्ट्स ग्रेस. बाबूजी महाराज विस्पर्स में बोलते हैं कि ये जॉय, ये आनंद ही देव के वो कृपा को आकर्षित करता है. നമ്മൾ ഈശ്വരൻ്റെ മുന്നിൽ മുട്ടുകുത്തിട്ട് हमको ऐसे सिखाया है कि भगवान के सामने ऐसे आंखों में आंसू करके ऐसे रोना चाहिए. അങ്ങനെയാണ് നമ്മളെ മതങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പോയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കൂ, കരയൂ, അല്ലെങ്കിൽ ഉരുളുക, വേദനിപ്പിക്കുന്ന, ശരീരത്തിനെ വേദനിപ്പിക്കുന്ന, നമ്മൾ എന്തോ വലിയ വിഷമം അനുഭവിക്കുന്ന, ഈ പാപത്തിൽ കിടക്കുന്ന എന്നെ രക്ഷിക്കൂ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയായി കൃപ ഇല്ല, ഗ്രേസ് കിട്ടില്ല എന്ന് മാസ്റ്റർ പറഞ്ഞു. കാരണം നമ്മൾക്ക് ഈ സൃഷ്ടിയിൽ 100% ഹാപ്പിനെസ് നമുക്ക് വേണം, ജോയ് വേണം. അങ്ങ് എനിക്ക് എല്ലാം തന്നിരിക്കുന്നു, എനിക്കൊന്നും ഇനി ആവശ്യമില്ല. हमको ऐसा होना चाहिए कि हमको सब कुछ दिया है, हमें ऐसा कुछ नहीं चाहिए. हमें अब चाहिए आपको ही, मैं आप जैसा बनना है. എനിക്ക് അങ്ങേ പോലെ ആവാനാണ്, വേറെ എക്സ്പീരിയൻസസ് ഒന്നും വേണ്ട. രാജീവ് ഐ എം ടയർഡ് ഓഫ് എക്സ്പീരിയൻസസ്. എനിക്ക് വേണ്ട, എനിക്ക് അങ്ങേ പോലെ ആവണം. അത് മാത്രമേ നമുക്കിനി ലക്ഷ്യമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആനന്ദത്തിലിരിക്കണം എന്നാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആനന്ദത്തിൽ ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഒരു പ്രവൃത്തി, ലാലാജി മഹാരാജ് പറയുന്നത് ആക്ഷൻ, നോളജ്, ബ്ലിസ്. ഇതാണ് നമ്മൾ സാധാരണ തലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, എന്നാൽ അറിവ് ലഭിക്കുന്നു, നമുക്ക് സന്തോഷം, സമാധാനം എല്ലാം ലഭിക്കുന്നു. പക്ഷെ അവിടെ നമ്മളൊരു ദൂരം സൃഷ്ടിച്ചു. നമ്മൾ एक डिस्टेंस क्रिएट किया है. मैं एक काम करूँगा, उसके बाद में उसका कुछ फल मुझे मिलेगा. नॉलेज है ना, ഇതിൻ്റെ ഫലം, वो फल मिलेगा, उसके बाद मैं हैप्पीनेस में आ जाऊँगा. അപ്പോൾ ഡിസ്റ്റൻസ് വന്നു. शायद वो काम नहीं कर सके तो, നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, ഇനി ആ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് ഫലം കിട്ടിയില്ലെങ്കിലും, അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഈ ഫലം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്? എന്ത് ഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അവിടെയാണ് ആഗ്രഹങ്ങൾ ഇടപെടുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള സംസ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. हम जो आशा करते हैं वो हमारे संस्कार है, जो अंदर जो संस्कार है उसके हिसाब से ही हम आशा कर सकते हैं. നമുക്ക് മുന്നിൽ പഴയ ചിന്തകളുണ്ട്, നമ്മുടെ മുൻവിധികളുണ്ട്. അതിനനുസരിച്ച് നമ്മളൊരു ആക്ഷൻ്റെ ഫലത്തെ നിശ്ചയിക്കും. നമുക്കൊരു സാധനം ഇഷ്ടമാണ്, അത് നമുക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷമാവും. मुझे एक चीज़ अच्छा लगता है, वो मुझे मिला तो मुझे सुख हो जाएगा, मैं संतोष हो जाएगा. नहीं मिला तो मुझे दुख हो जाएगा. ऐसा है, मुझे कुछ दुख देता है, वो मुझे मिल गया. എനിക്കൊരു പ്രശ്നമുണ്ട്, അസുഖം ഉണ്ടാകുമ്പോഴാണെന്ന് ആലോചിച്ചു. അസുഖം ഉണ്ടാകുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. കാരണം ഈ അസുഖം നല്ലതല്ല എന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. വേദന, എൻ്റെ ശരീരം വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിഷമാണ്. നമ്മൾ പഠിച്ചുള്ള വേദന വേഗം മാറ്റുക. हमको दर्द होता है, एकदम जल्दी हमको निकाल देना चाहिए. हमको दर्द अच्छा नहीं लगता. सच में ऐसा है क्या? सच में दर्द अच्छा है? अगर हमको दर्द नहीं हुआ तो हम एक बीमारी के बारे में कैसे हमको पता चलेगा? നമുക്കൊരു വേദന ഇല്ലായിരുന്നെങ്കിൽ ഒരു അസുഖം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവും? പല ക്യാൻസറുകളും വേദന ഇല്ലാതെയാണ് വരിക. അത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് നമുക്ക് അറിയാൻ പറ്റില്ല. बहुत कैंसर्स ऐसा है कि कोई दर्द नहीं होगा. जब हम कम्प्लीटली बिगड़ गया है, हमारी तंदुरुस्ती एकदम बिगड़ गया, तभी हमको कैंसर के बारे में पता चलेगा. और വേദന നല്ലതാണ്. दूसरी बीमारी है लेप्रेसी, कुष्ठ रोग है. कुष्ठ रोग में आपका कोई इंजरी हो गया है तो हम पेन नहीं होगा, दर्द नहीं होगा.
हम मर जाएंगे, ऐसे ब्लीड करके मर भी जा सकते हैं. അപ്പോൾ അതുകൊണ്ട് വേദന ശരിക്കും അലാം സിഗ്നലാണ്. അപ്പോൾ ചാരിജി മഹാരാജ് വേദന അലാം സിഗ്നൽ, ऐसा दर्द अच्छा है. ചാരിജി മഹാരാജ് ने बोला कि दर्द ही प्रेम है. സ്നേഹം എന്ന് പറഞ്ഞാൽ പെയിൻ ആണ് എന്നാണ് ചാരിജി മഹാരാജ്. വേദന അനുഭവിക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നില്ല. अगर आप दर्द में ऐसे फील कर नहीं सकते तो हम सच्चा में प्रेम नहीं करेंगे. क्योंकि एक उदाहरण चारजी महाराज ने बोला कि बच्चे को स्कूल में भेज रहे हैं, हमको बहुत दुख होता है, वो रोता है, हम भी रोते हैं, पर हमको पता है कि उसको स्कूल में चला ही जाना चाहिए. हम കുട്ടികളെ ആദ്യം സ്കൂളിൽ വിടുമ്പോൾ സങ്കടമാവുന്നു, കരച്ചിൽ വരുന്നു, അവർ കരയുമ്പോൾ നമുക്ക്, അപ്പോൾ അത് വേദന ഉള്ളിലുണ്ട്. പക്ഷെ നമുക്കറിയാം അവർക്കത് ആവശ്യമാണ്. അത് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവും. बेटी को विवाह में देते हैं तो भी हमको दुख दर्द होता है, पर वो दर्द हम सहन करते हैं क्योंकि वो उसकी भलाई के लिए. ആ സ്നേഹം കൊണ്ടാണ് ആ വേദന. കുട്ടി ശിക്ഷിക്കുമ്പോൾ, കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ, ऐसे बच्चा कोई मिस्टेक किया तो हम उसको पनिश करते हैं क्योंकि हमको उसको प्रेम है. അപ്പോൾ വേദന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണം. വേദന അനുഭവിക്കാൻ തയ്യാറാവുക, വേദന നമുക്ക് അനുഭവിക്കാൻ തയ്യാറാവുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേദന അനുഭവിക്കുക. ചാരിജി മഹാരാജ് സഫർ ഫോർ ദം ആൻഡ് സഫർ ബിക്കോസ് ഓഫ് ദം എന്ന ഡിഫറൻസ് പറയുന്നത്. നമ്മൾ അവർ കാരണം വേദനിക്കുന്നതും അവർക്ക് വേണ്ടി വേദനിക്കുന്നതും ഇത് വ്യത്യാസമുണ്ട്. मैं उसके लिए मैं सफ़र कर रहा हूँ, उससे मैं सफ़र नहीं करूँगा. അയാളുള്ളതുകൊണ്ട് ഞാൻ വേദനിക്കുന്നു, അത് തെറ്റാണ്. അയാൾക്ക് വേണ്ടിയിട്ട്, അയാൾ നന്നാവാൻ വേണ്ടിയിട്ട്, वो अच्छा बनना चाहिए इसीलिए मैं सफ़र करता हूँ. അതുകൊണ്ട് ഇതൊക്കെ വേദനയുടെ ഓരോ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജോയിനെ, നമ്മുടെ സന്തോഷത്തിനെ ഈ തരത്തിൽ മുൻവിധികളിൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം റിയാക്ഷനാണ് ചെയ്യുന്നത്, നമ്മൾ എല്ലാ പ്രതികരണങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഒരു പുതിയൊരു ആക്ഷൻ ചെയ്യുന്നില്ല. हम सब रिएक्शन कर रहे हैं. पहले जो हमने किया था उसके हिसाब से हम काम कर रहे हैं. वही मुझे मिला तो मैं हैप्पी हो जाएगा, अब वो नहीं मिला तो मैं खुश नहीं हो जाऊँगा. इसलिए हमारी खुशी हमारे आशाएं से संबंध हो जाता है. നമ്മുടെ ആഗ്രഹങ്ങൾ കാരണം നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് എന്നുള്ള തത്വത്തിനെ നമ്മൾ കൺഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദാജി ആ ഇക്വേഷൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മാസ്റ്റേഴ്സ് ആഗ്രഹങ്ങൾ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ വരുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പഠിക്കണം. അതാണ് വിവേകം. കാരണം ഇതൊക്കെ അനിത്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തു, पिछले सेशन में हमने डिस्कस किया कि जो हमको एक्सपीरियंस होना चाहिए वो एक्सेप्ट करना चाहिए, क्योंकि ये सब अनित्य है. यही है विवेक. और इससे ही हमको वैराग्य पैदा हो जाएगा कि ये नहीं मुझे चाहिए, मुझे उनके जैसा बनना चाहिए. അപ്പോൾ ഇതിനോട് നമുക്ക് अटैचमेंट इलांडे होती, ഇത് വെറുക്കല്ല. वैराग्य माने ऐसे इसको अब मुझे अच्छा नहीं लगता इसमें छोड़ नहीं रहा हूँ, ऐसा नहीं है. मुझे पता चला कि मुझे इससे भी बड़े लेवल में जाना चाहिए. मेरा ये आनंद ടെമ്പററി है, ഈ ആനന്ദം വെറും ടെമ്പററിയാണ്, എനിക്ക് ആ ആനന്ദത്തിലേക്കാണ് എനിക്ക് എത്തണം എന്നുള്ളത് മനസ്സിലാക്കുന്നതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്നോട് വിട പറയുകയാണ്. നമ്മൾ ഓടിപ്പോവല്ല, അത് നമ്മളെ വിട്ടു പോകുന്നു. അതാണ് സഹജമാർഗത്തിൽ വൈരാഗ്യം. ആ സഹജമാർഗത്തിൽ ഇത് എങ്ങനെയാണ് വരുന്നത്? കാരണം ആദ്യം തന്നെ മാസ്റ്റർ നമുക്ക് परमानंदम तरुന്നു. शुरू में मास्टर हमको आत्मा पॉइंट की तरफ, आनंदमय कोश की तरफ कनेक्ट करते हैं और ये आनंद हमारे हृदय में रखे हमको काम करना है. മാസ്റ്റർ പറയുന്നത് ഈ കണ്ടീഷൻ നിങ്ങൾ നിലനിർത്തും. മാസ്റ്റർ ഇത്രയും വലിയ ദിവ്യമായിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു, നിങ്ങളത് സ്വീകരിക്കൂ. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ സ്വീകരിക്കും, എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾ സ്വഭാവത്തിൽ അത് കൊണ്ടുവരും. സന്തോഷത്തോട് കൂട്ടിയിട്ട് ജീവിക്കും. നിങ്ങൾ സന്തോഷത്തോടെ വരുന്ന അനുഭവങ്ങളെ സ്വീകരിക്കും. കാരണം എന്തെല്ലാം വന്നാലും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ട്. മാസ്റ്റർ നമുക്ക് വാഗ്ദാനം തരികയാണ്. मुझे प्राणाहुति मिला तो हमको पता चला कि जो भी होता है മാസ്റ്റർ हमारे साथ है. അതാണ് നമുക്ക് ഇൻട്രൊഡക്റ്ററി സെറ്റിംഗ് കിട്ടുമ്പോഴുള്ള ഏറ്റവും വലിയ അത്ഭുതം. മാസ്റ്റർ പെർമനൻ്റ് ആയിട്ട് നമ്മളെ സോഴ്സിലേക്ക് കണക്ട് ചെയ്യണം. मास्टर परमानेंट तर्ज पर हमें सोर्स की तरफ, केंद्र की तरफ कनेक्ट करते हैं. और बोला कि जो भी करो मैं तुम्हारे साथ हूँ, डरने की बात नहीं है. ചാരിജി മഹാരാജിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റാണത്. ചാരിജി മഹാരാജ് का लास्ट स्टेटमेंट यही था, हम मैं आपके साथ सभी समय हूँ. നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. आपको ये संशय नहीं होना चाहिए, डाउट नहीं होना चाहिए. दूर ऐसे दूरी हमें कैसे कभी भी दूर नहीं करेंगे. ഈ ദൂരങ്ങൾ ഒരിക്കലും നമ്മളെ തമ്മിൽ അകറ്റില്ല എന്നാണ് ചാരിജി മഹാരാജ്. ഞാൻ എപ്പോഴും നിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ നമുക്ക് തരുന്നത് ഈ പ്രാണാഹുതിയാണ്.
इसीलिए इंट्रोडक्टरी सिटिंग्स का इतना इंपॉर्टेंस है। इंट्रोडक्टरी सिटिंग्स में हमारा अवेकनिंग हो जाता है और हमारे आत्मा की तरफ हम मोड़ देते हैं। और जब हम इतना ക്രേവിംഗ് हो जाता है, നമ്മൾ അത്രയും ക്രേവിംഗ് നമുക്ക് വരികയാണെങ്കിൽ മാസ്റ്റർ പെർമനന്റ് ആയിട്ട് നമ്മളെ ആ സെക്കൻഡ് ചക്രയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്, ആനന്ദത്തിന്റെ ചക്രത്തിലേക്ക്, ആത്മാ പോയിന്റ്, ക്രൈസ്റ്റ് പോയിന്റ് എന്ന് ബാബുജി മഹാരാജ് ഇവിടേക്ക് എത്തിക്കുന്നു. എന്നിട്ട് ഈ ആനന്ദത്തിലാണ് നമ്മൾ ഇനി യാത്ര ചെയ്യുന്നത്. ഈ ആനന്ദത്തോടു കൂടി നമ്മൾ മറ്റുള്ള യാത്രകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ये आनंद लेके हमको यात्रा करना चाहिए. आनंद नहीं कि ऐसे स्टक नहीं होना चाहिए. बाबूजी महाराज बोले कि मैं पहुंच गया, ऐसे करके वो तो स्टक नहीं होना चाहिए. ये आनंदम किട്ടിട്ട് ഞാൻ ആയി എന്ന് ചിന്തിക്കരുത്. क्योंकि हमको वो चक्र का नॉलेज ही मिला. ആനന്ദമയ കോശത്തിന്റെ നോളജ് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇതിലൂടെ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആനന്ദത്തിൽ നിലകൊള്ളാൻ നമ്മളായിട്ടില്ല. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ये आनंद हमको एक्सपैंड होना चाहिए. इसमें ऐसे टक नहीं जाए, ऐसे स्टक नहीं होना चाहिए. हमको आगे जाना भी चाहिए. ये होगा कब? हमें जब लक्ष्य की तरफ हमारा पूरा श्रद्धा, पूरी श्रद्धा और डिवोशन होता है. चाहे स्नेह और भक्ति ये दोनों इंस्ट्रूमेंट हमें आगे जाने के लिए बहुत बहुत इम्पोर्टेंट है. यही आनंदमय कोश का के इंट्रोडक्शन में बारे में बोलना था. आज हम आनंदमय कोश का वो यात्रा, ആനന്ദമയ കോശ की यात्रा शुरू करेंगे. നമ്മൾ ആനന്ദമയ കോശത്തിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് പോയിന്റിലേക്ക് ആത്മാകോശത്തിലേക്കുള്ള ഒരു കണക്ഷൻ അതെങ്ങനെ ചെയ്യണം എന്ന് ഡിസ്കസ് ചെയ്തു. क्योंकि ഫസ്റ്റ് പോയിന്റ് 12 o'clock പോയിന്റ് पर है ആത്മാ പോയിന്റ്. ഫസ്റ്റ് ചക്രയുടെ 12 o'clock പോയിന്റാണ് സെക്കൻഡ് എലിമെന്റ്, അതായത് ആത്മാ പോയിന്റ്, ആത്മാ ചക്ര. അവിടുന്ന് നമ്മൾ जेंटली शिफ्ट ചെയ്തു. जेंटली हमने इस तरफ सेकंड पॉइंट के सेंटर की तरफ शिफ्ट किया है. आज हम सेकंड पॉइंट से हमारा ये यात्रा कंटिन्यू करेंगे. और एक बात ख्याल में रखना चाहिए कि जब भी हम ये स्पिरिचुअल एनाटॉमी सेशन करते हैं, हमारा मेडिटेशन फर्स्ट में हार्ट चक्र से, फर्स्ट पॉइंट से ही शुरू करना चाहिए. നമ്മൾ എപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും തുടങ്ങുന്നത് ഹൃദയ ചക്രത്തിൽ നിന്നാണ്, ഫസ്റ്റ് പോയിന്റ്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് പോയിന്റിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങും, സെക്കൻഡ് പോയിന്റ് സെൻറ്ററിലേക്ക് വരും. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് 4 എലിമെൻറ്റ്സ്, മറ്റുള്ള 4 എലിമെൻറ്റ്സിൻ്റെ ക്ലീനിങ് കൂടി നമ്മൾ ചെയ്യുന്നിട്ട് സെക്കൻഡ് പോയിന്റ് മുകളിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. സെക്കൻഡ് പോയിന്റിലെ ഫസ്റ്റ് എലിമെൻ്റ് ആയിട്ടുള്ള ആത്മാ പോയിന്റ് തന്നെ നമ്മൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യും. ശരി, കണ്ണടച്ച് ശാന്തമായിരിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. हृदय में स्थित दिव्य प्रकाश के स्रोत पर अपना ध्यान आरंभ कीजिए. मन में जो चिंताएं होती है उनको जेंटली इग्नोर करने का और दिव्य प्रकाश में ध्यान चालू रखने का है. प्लीज स्टार्ट मेडिटेशन. जेंटली ശ്രദ്ധ ആത്മാ പോയിന്റ് സെക്കൻഡ് പോയിന്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരൂ. जेंटली अपना अटेंशन सेकंड पॉइंट के सेंटर की तरफ लाइए.
സെക്കൻഡ് പോയിന്റ് അഥവാ ആത്മചക്ര, ആത്മചക്രത്തിൻ്റെ ക്ലീനിങ് ആണ്. शुरू में हम आत्मा चक्र की क्लीनिंग करेंगे. आत्मा चक्र के सेंटर में ईथर एलिमेंट, आत्मा का एलिमेंट है, उसका क्लीनिंग हो रहा है. ശ്രദ്ധ തേർഡ് പോയിന്റിലേക്ക്, തേർഡ് പോയിന്റിൻ്റെ आत्मा एलिमेंट, थर्ड पॉइंट फायर एलिमेंट ആണ്. थर्ड पॉइंट फायर एलिमेंट में उसका ईथर एलिमेंट 9 o'clock पर है. थर्ड पॉइंट के 9 o'clock पोजीशन में क्लीनिंग हो रहा है. फोर्थ पॉइंट 6 o'clock पोजीशन ईथर एलिमेंट. फोर्थ पॉइंट 6 o'clock पोजीशन में ईथर एलिमेंट है, वो क्लीनिंग हो रहा है. फिफ्थ पॉइंटिൻ്റെ 9 o'clock पोजीशन. ഫിഫ്ത്ത് പോയിന്റ് അവിടെ ക്ലീനിങ് നടക്കുകയാണ്. फर्स्ट पॉइंट 12 o'clock पोजीशन. അവിടെ ക്ലീനിങ് നടക്കുകയാണ്. ഇനി തിരിച്ച് സെക്കൻഡ് പോയിന്റിൻ്റെ സെൻറ്ററിലേക്ക് വരൂ. സെക്കൻഡ് പോയിന്റ് ഈഥർ എലിമെൻറ്റ്, ആത്മാ പോയിന്റ്. അവിടുത്തെ ക്വാളിറ്റീസ് ആനന്ദം, ഹാപ്പിനെസ്, കാംനെസ്, സമാധാനം, പീസ്, ശാന്തത, ഈ ക്വാളിറ്റീസ് ഇംബൈബ് ചെയ്യുന്നതായി അനുഭവിച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യും. सेकंड पॉइंट के क्वालिटीज़ शांतता, खुशी, आनंद, कामनेस, ये सब इम्बाइब करते हुए ध्यान करनी स्टार्ट कीजिए. Restart meditation.
ഓക്കെ. സെക്കൻഡ് പോയിന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കാംനെസ്, സന്തോഷം, സമാധാനം, ഇതെല്ലാം എൻ്റേതായി കഴിഞ്ഞുവെന്ന് അത് ഇന്നത്തെ ജീവിതത്തിൽ പ്രകടമാവും എന്ന് മാസ്റ്ററോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ प्रकटमाऊं എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ये जो सेकंड पॉइंट का क्वालिटीज है, हैप्पीनेस, पीस, कामनेस, ये सब मास्टर की कृपा से, ब्लेसिंग से प्रकट होगा, ऐसा प्रार्थना भाव में जेंटली आंख खोलिए। छोटा सा एक क्लैरिफिकेशन है, सेकंड पॉइंट का रिप्रेजेंटेशन थर्ड पॉइंट में अग्नि चक्र में 9 o'clock पर है, फोर्थ पॉइंट में अग्नि चक्र में 6 o'clock पॉइंट है, वायु चक्र में 3 o'clock पर है, और अर्थ एलिमेंट में फर्स्ट पॉइंट में 12 o'clock क्वेश्चन पे। ये क्लैरिफिकेशन आप करेक्ट कीजिए, आप जब सेकंड पॉइंट का मेडिटेशन कर रहे ऐसे ही कीजिए। अगले सेशन में फिर मिलेंगे। धन्यवाद।